ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കാർത്തിക എഴുതിയിരിക്കുന്നതിന് മേലാണ് ഞാൻ വായിക്കുന്നത്. മാഡം, ഞാനൊരു സാധാരണ വീട്ടമ്മയാണ്. ഒരു കുട്ടിയുണ്ട്. ഞങ്ങളുടേത് പ്രണയവിവാഹമായതുകൊണ്ട് ബന്ധുക്കളിൽ നിന്ന് മാറിയായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത്. ഭർത്താവിന് ജോലി നഷ്ടപ്പെട്ടപ്പോൾ ഞങ്ങൾ നാട്ടിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറി. അതെവിടെയാണെന്ന് ഞാൻ പറയുന്നില്ല. കുറേ നാൾ ഇവിടെ നല്ല രീതിയിൽ മുന്നോട്ട് പോയി. പിന്നെ അവിടെയും കാര്യങ്ങൾ മോശമാകാൻ തുടങ്ങി. ജോലിയുടെ പ്രശ്നങ്ങൾ കാരണം അദ്ദേഹം വീട്ടുകാര്യങ്ങളിൽ ശ്രദ്ധിക്കാതായി. അത് പറഞ്ഞ് ഞങ്ങൾ വഴക്കിട്ടു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ഒരു പ്രശ്നവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ഞാൻ ചോദിച്ചു, ഞാനും കുട്ടിയുള്ളതാണോ നിങ്ങളുടെ പ്രശ്നം? അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കിട്ടു. ദേഷ്യം വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയുമെങ്കിലും അദ്ദേഹത്തിന് ഞങ്ങളോട് ഭയങ്കര സ്നേഹമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം പല ജോലിക്കും പോയി. പക്ഷേ തുച്ഛമായ വരുമാനമായിരുന്നു കിട്ടിയിരുന്നത്. അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടി ഞങ്ങൾ കഴിഞ്ഞു. ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ താളം തെറ്റിയതുപോലെയായിരുന്നു. ചിലപ്പോഴൊക്കെ മദ്യപിച്ച് വരുമ്പോൾ അദ്ദേഹത്തിന് താല്പര്യം തോന്നിയാൽ നിർബന്ധിച്ച് എൻ്റെ ഒപ്പം എന്തെങ്കിലും ഒന്ന് കാട്ടിക്കൂട്ടും. പക്ഷേ എൻ്റെ സന്തോഷത്തെപ്പറ്റി അദ്ദേഹം ചിന്തിക്കാറില്ല. അദ്ദേഹത്തിൻ്റെ കാര്യം മാത്രം. ചിലപ്പോൾ എൻ്റെ ആ ദിവസങ്ങളിൽ പോലും അദ്ദേഹം നിർബന്ധിക്കും. അവിടെയും അദ്ദേഹത്തിൻ്റെ കാര്യം മാത്രമേ ചിന്തയുള്ളൂ. എന്നിട്ട് നേരം വെളുക്കുമ്പോൾ എല്ലാം കഴിയുമ്പോൾ എന്നോട് സോറി പറയും. എന്നിട്ടെന്താ മാഡം കാര്യം? ഒരു കാര്യമില്ലല്ലോ. മരുഭൂമിയിൽ പെയ്യുന്ന മഴ പോലെ ഇടയ്ക്ക് വല്ലാതെ മദ്യപിച്ചാൽ മാത്രമുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഞാനും അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷെ പിന്നീട് അതും ഇല്ലാതായി. ജോലി കഴിഞ്ഞു വന്ന ക്ഷീണത്തിൽ അദ്ദേഹം കിടന്നുറങ്ങും. അദ്ദേഹത്തിന് ഒന്നിനോടും എന്നോടും ഒന്നും താല്പര്യമില്ലാതായി. ഞാൻ പരാതിയൊന്നും പറഞ്ഞില്ല. എൻ്റെ വികാര വിചാരങ്ങളെ അടക്കി നിർത്തി. എങ്കിലും എനിക്ക് ദുഃഖമുണ്ടായിരുന്നു. കാര്യം, ഞാനൊരു പെണ്ണല്ലേ. അത് മറക്കാൻ ഞാൻ കുട്ടിയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. കുട്ടിയുടെ സ്കൂളിൻ്റെ ഫീസ്, വീട്ടിൻ്റെ ചിലവ്, വീടിൻ്റെ വാടക, ഇതെല്ലാം കൂടി വലിയ പ്രയാസമായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഞങ്ങൾ ശരിക്കും തമ്മിലകന്നുവെന്ന് തന്നെ പറയാം. ഞാനൊരു ജോലിക്ക് ശ്രമിച്ചെങ്കിലും അവിടെ ഫലമുണ്ടായില്ല. അതുകൊണ്ട് തന്നെ കുട്ടി ആഗ്രഹത്തോടെ എന്തെങ്കിലും വാങ്ങണമെന്ന് പറയുമ്പോൾ എനിക്കത് വാങ്ങിച്ചു കൊടുക്കാൻ പോലും സാധിക്കുമായിരുന്നില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞ് കുഞ്ഞിനെ സമാധാനിപ്പിക്കും. എനിക്കതിൽ ഒത്തിരി ദുഃഖമുണ്ടായിരുന്നു. ഒരു ദിവസം കുട്ടിയെ സ്കൂളിലാക്കി ഞാൻ വീണ്ടും പലയിടത്തും ജോലി അന്വേഷിച്ചു. പക്ഷേ ഒന്നും ശരിയായില്ല. ഇനി എന്ത് ചെയ്യുമെന്ന് കരുതി ഒരു ബസ് സ്റ്റോപ്പിലിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു സ്ത്രീ അടുത്ത് വന്നിട്ട് എൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചു, എന്ത് പറ്റി മോളെ, വല്ലാതിരിക്കുന്നല്ലോ എന്ന്. ഞാനൊന്നും പറഞ്ഞില്ല. അവർ പറഞ്ഞു, കുറച്ചു നേരമായിട്ട് മോളുടെ മുഖം ഞാൻ ശ്രദ്ധിക്കുകയാണ്. എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞു, എല്ലാ വീട്ടിലുള്ള പ്രശ്നം തന്നെ എൻ്റെ. എന്ത് പറ്റി മോളെ, പറയൂന്ന് അവർ നിർബന്ധിച്ചപ്പോൾ എനിക്ക് മടിയായിരുന്നു. അവർ പറഞ്ഞു, നമുക്ക് മാറിയിരുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അടുത്തുള്ളൊരു പാർക്കിലേക്ക് പോയി. അവിടെ അധികമൊന്നും ആരും ഇല്ലായിരുന്നു മാഡം, ആളൊഴിഞ്ഞൊരിടം. അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും അവർ ചോദിച്ചു, സത്യം പറ മോളെ, എന്താ നിൻ്റെ യഥാർത്ഥ പ്രശ്നം? ഞാൻ അവരോട് എല്ലാം പറഞ്ഞു. കാര്യം പറയാൻ എനിക്ക് ഒരാളും ഉണ്ടായിരുന്നില്ല. ആരോ എൻ്റെ പ്രശ്നം കണ്ട് എന്നോടടുത്തപ്പോൾ അറിയാതെ എല്ലാം വെളിയിൽ വന്നു പോയി. എൻ്റെ കുട്ടിക്ക് ആവശ്യമുള്ളതുപോലെ വാങ്ങിക്കൊടുക്കാൻ എനിക്ക് പറ്റുന്നില്ല ചേച്ചി എന്ന് പറഞ്ഞ് ഞാൻ കണ്ണീർ വാർത്തു. അപ്പോൾ അവർ പറഞ്ഞു, എനിക്ക് തോന്നുന്നത് മറ്റൊരു കാര്യമാണ്. നിനക്ക് ഭർത്താവിൽ നിന്ന് സ്നേഹം കിട്ടുന്നില്ല. അതാണ് നിൻ്റെ പ്രധാന പ്രശ്നം. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നീ എന്നെ ഒരു ഫ്രണ്ടിനെ പോലെ കണ്ടു പറ മോളെ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്ന്. ഞാൻ പറഞ്ഞു, ശരിയാണ് ചേച്ചി എന്ന്. അവർ എൻ്റെ കൈ പിടിച്ചു ചോദിച്ചു, നിനക്ക് ആഗ്രഹമില്ലേ നല്ലൊരു സാരി ഉടുത്ത് നന്നായി ഒരുങ്ങി ഭർത്താവിൻ്റെ അടുത്ത് പോയി അയാളെ അലിഞ്ഞലിഞ്ഞ് സ്നേഹിക്കാൻ? ഞാൻ ചോദിച്ചു, ചേച്ചി എന്തൊക്കെയാണ് പറഞ്ഞതെന്ന്. അവർ പറഞ്ഞു, ഒരു പുരുഷൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഒരു സ്ത്രീയെ തന്നെയാണ്. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ, ഈ ലോകത്തിൽ ആണുങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളത് ഒരു പെണ്ണിനെയാണ്. നീ ചെറുപ്പമായും സുന്ദരിയായും അട്രാക്റ്റീവായിരിക്കുന്ന അത്രയും കാലം നിനക്ക് വമ്പൻ ഡിമാൻഡ് ഉണ്ടാകും. അവർ എൻ്റെ വിരലുകൾ പിടിച്ചിട്ട് എന്നോട് ചോദിച്ചു, നിന്നോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിൻ്റെ ഈ വിരലുകൾ കൊണ്ട് നിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുമെന്ന്? ചേച്ചി എന്തൊക്കെയാണ് പറഞ്ഞത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ചേച്ചി ഒരുമാതിരി കാമുകന്മാരെ പോലെ സംസാരിക്കുന്നു. അതൊക്കെ പണ്ടത്തെ കാലം, എൻ്റെ ചെറുപ്പകാലം. അതൊക്കെ പോയില്ലേ ചേച്ചി? എൻ്റെ പ്രായം ഒത്തിരി കവിഞ്ഞില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ചേച്ചി എന്നോട് പറയുകയാണ്, മോളെ, പ്രണയത്തിന് പ്രായവും കാലവും ഒന്നുമില്ല. അതെപ്പോഴും നന്നായി പുഷ്ടിച്ച് പൂത്തുലഞ്ഞു നിൽക്കുമെന്ന്. എടി മോളെ, ശരിക്കും നിന്നെപ്പോലെ ഇത്തിരി പ്രായമുള്ള പെണ്ണുങ്ങളെയാണ് ആണുങ്ങൾക്ക് ഇഷ്ടം. അതും നിന്നെപ്പോലെ മാദകത്വമുള്ള പെണ്ണുങ്ങളെ.
അങ്ങനെ നിന്നെ മോഹിക്കുന്ന ആണുങ്ങളെയാണ് നീ മുതലെടുക്കേണ്ടത്. ഞാൻ പറഞ്ഞു, ചേച്ചി എന്തൊക്കെയാണ് പറഞ്ഞത്? കൈ വലിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ ചീത്തയാകണമെന്നാണോ എന്ന്. അവർ പറഞ്ഞു, ചീത്തയോ? ഒന്നും നഷ്ടപ്പെടുത്താതിരുന്നിട്ട് നീ എന്ത് നേടി? നിനക്ക് നിൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ സാധിച്ചോ? ഞാൻ വല്ലാതെയായി. അവർ തുടർന്നു, നിനക്കിപ്പോൾ എന്തുണ്ട്? നിൻ്റെ കുട്ടിയുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാൻ നിനക്ക് പറ്റുന്നുണ്ടോ? ഭർത്താവിൻ്റെ സ്നേഹം കിട്ടുന്നുണ്ടോ? ചുമ്മാ നീ ഇങ്ങനെ മരുഭൂമി പോലെ ജീവിച്ചിട്ട് നീ എന്താണ് നേടിയത്? അവർ പറയുന്നത് ഒരു കണക്കിന് ശരിയാണെന്ന് ഓർത്തു. നല്ലൊരു ഡ്രസ്സ് കുട്ടിക്ക് ആവശ്യപ്പെട്ടിട്ടും അത് വാങ്ങിക്കൊടുക്കാൻ എൻ്റെ ഭർത്താവിന് പറ്റുന്നില്ല, എനിക്ക് പറ്റുന്നില്ല, ഭർത്താവിൻ്റെ സ്നേഹം കിട്ടുന്നില്ല. അവർ പറഞ്ഞു, ഇനി നീ അതോർത്ത് വിഷമിക്കണ്ട. ഒന്നും ശരിയായില്ലെങ്കിൽ നമ്മൾ പെണ്ണുങ്ങൾക്ക് അവസാനമുള്ള ഒരു വഴി അതാണല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത്. വാ പോകാമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എങ്ങോട്ട് പോകാൻ? അവർ പറഞ്ഞു, പേടിക്കണ്ട, നിന്റെ കുട്ടി വരുന്നതിന് മുമ്പ് തിരിച്ചു വരാം. നിനക്ക് ആവശ്യത്തിന് പണം കിട്ടുന്ന ജോലിയല്ലേ വേണ്ടത്, നമുക്ക് നോക്കാമെന്നും. എനിക്ക് ചെറിയൊരു ബിസിനസ് ഉണ്ട്, പക്ഷേ എനിക്ക് ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ല. എനിക്കൊരു പാർട്ണറുണ്ട്, നോക്കട്ടെ അവൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോയെന്ന്. അവർ എന്നെ അവരുടെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ അവർ പറഞ്ഞു, എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം പണമാണ്, അത് പരിഹരിക്കാൻ ഒരു മാർഗവുമുണ്ട്. 7 വർഷമായി ഞാൻ ഡൈവോഴ്സ് ചെയ്തിട്ട്. എൻ്റെ മകൻ വിദേശത്താണ് പഠിക്കുന്നത്. 7 വർഷമായിട്ട് ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നു. എല്ലാം നേടിയെടുത്തത് ഈ ബിസിനസ്സിലൂടെയാണ്. ഈ വീട്, ഇവിടെയുള്ള സാധനങ്ങൾ എല്ലാം, ഇതിലാണ് നിനക്ക് ഇഷ്ടമായോ എന്ന് ചോദിച്ചു. ഞാൻ തലയാട്ടി. മോളെ, ഇതൊന്നും ആരും എനിക്ക് സമ്മാനം തന്നതല്ല, ഞാൻ ഒറ്റയ്ക്ക് നേടിയതാണ്. എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഞാനും സാധിച്ചു. നിനക്ക് എൻ്റെ കൂടെ പോരാമോ? ഈ ലോകത്ത് ഇഷ്ടമുള്ളതുപോലെ നമുക്ക് ജീവിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ എൻ്റെ മനസ്സിൽ ഓരോ ആഗ്രഹങ്ങളുടെ വിത്ത് പാകി. അപ്പോൾ ആരോ ബെല്ലടിക്കുന്നത് കേട്ട് അവരങ്ങോട്ട് പോയി. ഞാൻ അപ്പോഴാണ് അവരുടെ വീട് ശരിക്കൊന്ന് നോക്കിയത്. എന്തുമാത്രം സൗകര്യങ്ങളുള്ളൊരു വീടാണ്. എൻ്റെ വീടൊക്കെ എത്ര ചെറുതാണെന്ന് എനിക്ക് അപ്പോൾ തോന്നി. അവർ തിരിച്ചു വന്നപ്പോൾ കൂടെ ഒരാളുണ്ടായിരുന്നു. അയാൾ എനിക്കൊപ്പം സോഫയിലിരുന്നു. അവർ എന്നെ അയാൾക്ക് പരിചയപ്പെടുത്തി. അവർ പറഞ്ഞു, ഇവളെ നമ്മുടെ സ്ഥാപനത്തിലേക്ക് എടുക്കാൻ പറ്റുമോയെന്ന് ഒന്ന് നോക്കൂ പ്ലീസ് എന്ന് പറഞ്ഞു. അവർ എന്നോട് പറഞ്ഞു, നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തോട് ചോദിക്കാം. ഞാൻ സത്യം പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇരിക്കുകയായിരുന്നു. അവർ പറഞ്ഞു, ഞാൻ പോയി എന്തെങ്കിലും ഭക്ഷണം വാങ്ങിക്കൊണ്ട് വരാം, എനിക്ക് പോകണമെന്ന് പറഞ്ഞ് ഞാനും എഴുന്നേൽക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞു, പേടിക്കണ്ട, നീ ഇവിടെ ഇരിക്കെ, ഞാൻ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും സംസാരിക്കുമെന്ന് പറഞ്ഞിട്ട് അവർ പോയി. അങ്ങനെ ഞാനും അയാൾ മാത്രമായി. അയാൾ എൻ്റെ പേര് വിളിച്ചിട്ട് പറഞ്ഞു, കാർത്തിക എന്നത് അതിമനോഹരമായൊരു പേരാണ്. നിൻ്റെ രൂപവും മനോഹരമാണ്. നീ വിവേകമുള്ളൊരു പെണ്ണാണ്. നിനക്ക് താല്പര്യമുണ്ടോ ആളുകളുടെ കൂടെ ആളുകൾക്ക് വേണ്ടി ജോലി ചെയ്യാൻ? എനിക്കൊന്നും മനസ്സിലായില്ല. അയാൾ പറഞ്ഞു, ഈ ഓഫീസിനെ പറ്റി പറഞ്ഞാൽ തെരുവിൽ കഴിയുന്ന കുട്ടികൾക്കും മറ്റുള്ളവർക്കും കഷ്ടപ്പെടുന്ന സ്ത്രീകൾക്കും വേണ്ടി സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. ഇതിൽ താല്പര്യമുള്ള സമ്പന്നയുടെ കയ്യിൽ നിന്നും പണം വാങ്ങി നമ്മളവരെ സഹായിക്കും. അയാൾ പറഞ്ഞു, ഞാനും ഇവളും കൂടിയാണ് അത് നടത്തുന്നത്. ഇവിടെയാണ് നമ്മുടെ മീറ്റിംഗൊക്കെ നടക്കുന്നത്. ചിലപ്പോൾ മറ്റെവിടെങ്കിലും പോകേണ്ടി വരും, ചിലപ്പോൾ ഹോട്ടലിലോ റിസോർട്ടിലോ അല്ലെങ്കിൽ ചിലരുടെ വീട്ടിലേക്കോ. അങ്ങനെ ഓരോരുത്തരും തരുന്ന പണത്തിൻ്റെ ഒരു ചെറിയ ഷെയർ നിനക്ക് കിട്ടും. നീ എത്രത്തോളം പേരുടെ അടുത്ത് പോകുന്നു, ഇടങ്ങളിൽ പോകുന്നു എന്നനുസരിച്ചാണ് നിൻ്റെ ശമ്പളം. ഞാൻ ആലോചിക്കുന്നത് കണ്ട് അയാൾ പറഞ്ഞു, കൂടുതലായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല. ഇതിൻ്റെ ഭാഗമാകാൻ നീ മിനിമം 2 മണിക്കൂർ ഒരു ദിവസത്തിൽ ചിലവഴിച്ചാൽ മതിയെന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് സമ്മതമാണ്, പക്ഷേ വൈകിട്ട് ജോലി ചെയ്യാൻ പറ്റില്ല, കാര്യം എൻ്റെ കുട്ടി സ്കൂൾ കഴിഞ്ഞിട്ട് വരും എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, അത് പ്രശ്നമില്ല, നീ വൈകുന്നേരം ആ ജോലി ചെയ്യുന്നതിനോട് എനിക്കും താല്പര്യമില്ല. അയാൾ എൻ്റെ അടുത്ത് ചേർന്നിരുന്നു. ഞാനിപ്പോൾ വല്ലാതായി. കാരണം അയാളിൽ നിന്ന് ഞാനത് പ്രതീക്ഷിക്കുന്നില്ല. അയാളൊരു നടത്തിപ്പുകാരൻ മാത്രമാണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. കാര്യങ്ങൾ ഏകദേശം എനിക്ക് മനസ്സിലായിരുന്നുവെങ്കിലും ഒരു വല്ലാത്ത നാണവും ഭയവും എനിക്കുണ്ടായിരുന്നു മാഡം. അയാൾ എൻ്റെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ പറഞ്ഞു, നീ സന്തോഷവതിയല്ല, നിനക്ക് പൂർത്തീകരിക്കാത്ത ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഞാൻ പരിഭ്രമത്തോടെ അയാളെ നോക്കി. അയാൾ പറഞ്ഞു, ഇത് ഞാൻ ഊഹിച്ച് പറഞ്ഞതല്ല, നിൻ്റെ മനോഹരമായ കണ്ണിൽ നോക്കിയാൽ യഥാർത്ഥം അറിയാം. അയാൾ എൻ്റെ കൈ പിടിച്ച് തലോടി. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തായി ചെയ്യുന്നത്? അയാൾ പറഞ്ഞു, ഞാൻ ചെയ്യുന്നത് മനോഹരമായൊരു സൃഷ്ടിയെ ആസ്വദിക്കുക മാത്രമാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ നിന്ന് വിട്. അയാളപ്പോൾ എന്നെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു. എന്നിട്ട് എൻ്റെ ചെവിയിലേക്ക് മുഖം കൊണ്ടുവന്ന് പറഞ്ഞു,
ഇനിയും നിന്റെ ആഗ്രഹങ്ങൾ അടക്കി വെക്കരുത്. എനിക്കതെല്ലാം നന്നായി സാധിച്ചു തരാൻ പറ്റും. അയാൾ എന്നെ കരവലയത്തിലാക്കി ചുംബനങ്ങൾ കൊണ്ട് മൂടി. വേണ്ട വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ എതിർക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എതിർപ്പുകൾക്ക് അവിടെ ഒരു വിലയുമില്ലായിരുന്നു. അയാൾ കാണാൻ അത്ര മോശമൊന്നുമല്ല. പട്ടിണി കിടന്ന ഒരാൾക്ക് ഇത്തിരി കഞ്ഞിവെള്ളം കിട്ടിയാലും അത് കുടിക്കില്ലേ? എത്ര നേരമാണ് മാഡം വേണ്ട വേണ്ടെന്ന് പറയുക? ഞാനും ഒരു ഘട്ടമായി കഴിഞ്ഞപ്പോഴേക്കും അലിഞ്ഞു പോയി. തിരശീല നീങ്ങി വേദികൾ അനാവൃതമായപ്പോഴേക്കും അയാൾ കലാപ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ തുടങ്ങി. അത് എന്നെ മനം വയ്ക്കുന്നതായിരുന്നു. എന്തോ ദാഹവും മോഹവുമൊക്കെ പൂർത്തീകരിക്കാൻ വെമ്പുന്ന ഒരു വേഴാമ്പലായിരുന്നു ഞാൻ. വേഴാമ്പലിന് കിട്ടിയ തങ്കക്കനിയായി അയാൾ മാറി. പിന്നീട് എനിക്കൊന്നും ചോദിക്കേണ്ടിയും പറയേണ്ടിയും തടസ്സപ്പെടുത്തേണ്ടിയും വന്നില്ല. അനർഗളം ഒന്നിച്ചൊഴുകുന്ന ഒരു പുഴ പോലെ ഞങ്ങൾ കല്ലിൽ തട്ടി തട്ടി തടഞ്ഞ് നൊരപതകൾ പൊങ്ങി ഒഴുകി. ഈ ഹർഷം ഒരിക്കലും തീരല്ലേ. ഈ നദി കടലിൽ ചേരരുതേ, ഒഴുക്ക് തുടരണേ എന്ന് ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചു. അയാൾ എൻ്റെ മനം കണ്ട മരം കൊത്തി പറവയായിരുന്നു. എനിക്ക് വേണ്ടി അയാൾ പുതു ഐഡിയകൾ വാരി വിതറി. പ്രേമിച്ചപ്പോഴോ വിവാഹം കഴിച്ചപ്പോഴോ എൻ്റെ ഭർത്താവ് കാണിക്കാത്ത വർണ്ണമഴവില്ലുകളെല്ലാം ഞാൻ കണ്ടു. അത് ശരിക്കും രസാവഹമായിരുന്നു. ഞാൻ മറന്നുപോയി. കുട്ടിയെ സ്കൂളിൽ കൊണ്ടാക്കാൻ വന്ന ഒരുവളായിരുന്നില്ല ഞാൻ തേരിൽ പൊങ്ങി പറക്കുകയായിരുന്നു. എല്ലാം മറന്ന് പറന്ന് എല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല കുറ്റബോധമുണ്ടായിരുന്നു. ഞാൻ വിഷമത്തോടുകൂടി സോഫയിലിരുന്നു. അയാൾ എന്നെ നോക്കി സാരമില്ല, എല്ലാം നല്ലതിന് എന്ന് പറഞ്ഞു. അപ്പോഴാണ് ചേച്ചി വന്നത്. ഞാനിപ്പോൾ എൻ്റെ സാരി ഒന്ന് നേരെയാക്കി. അത് കണ്ട് ചേച്ചി ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ എന്താ കുളിച്ചില്ലേ? അകത്ത് ബാത്റൂമുണ്ട്, ടവലും ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് സമയമില്ല, കുട്ടി വരാൻ ഇനിയും അരമണിക്കൂറുണ്ട്. അതിനു മുമ്പ് എനിക്കങ്ങ് എത്തണം. ഞാൻ നിന്നെ കൊണ്ടുപോയേക്കാം ചേച്ചി പറഞ്ഞു. ഞാൻ ചെറിയ ദേഷ്യത്തോട് പറഞ്ഞു, നിങ്ങളിപ്പോൾ ചെയ്തു തന്നെ ഒരുപാടാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ ഈ കാര്യങ്ങളും സഹായങ്ങളും ഒക്കെ മതിയായി. നിങ്ങൾ എന്തിനാ എന്നെ പരിചയപ്പെട്ടെന്ന് അവർ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. എന്താ നിനക്ക് നാണക്കേട് തോന്നുന്നുണ്ടോ? ഞാനൊന്നും മിണ്ടിയില്ല. അവർ എൻ്റെ അടുത്ത് വന്ന് ചുമലിൽ കൈ അമർത്തിക്കൊണ്ട് പറഞ്ഞു, എടി, ആദ്യത്തെ തവണ ഇങ്ങനെയൊക്കെ ഉണ്ടാകും. കുറ്റബോധവും നാണക്കേടവും ഒക്കെ തോന്നും. സ്വന്തം ശരീരത്തോട് തന്നെ വെറുപ്പ് തോന്നും. പക്ഷേ പണത്തിൻ്റെ മണം ഇതെല്ലാം മാറ്റും. ഞാൻ ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അവൻ എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, എനിക്ക് നിൻ്റെ വീടും ഭർത്താവിനെ എല്ലാം അറിയാം. നിൻ്റെ ഭർത്താവോ അല്ലെങ്കിൽ നിന്നെ അറിയുന്നവരോ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത് നിനക്ക് നല്ലതാണോ? അപ്പോൾ ഇനി നീ എവിടെയായിരുന്നാലും ഞാൻ വിളിക്കുമ്പോൾ വരണം. ഇനി വന്നില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇതെല്ലാം പരസ്യമാക്കുമെന്ന് പറഞ്ഞ് അവർ എനിക്ക് ആ വീഡിയോ കാണിച്ചെന്ന് മാഡം. അത് നോക്കുമ്പോൾ ഞാൻ എതിർക്കുന്നതായിട്ടൊന്നുമില്ല. എൻ്റെ സഹകരണ മനോഭാവം മാത്രമാണ് വീഡിയോയിലുള്ളത്. എല്ലായിടത്തും ഒളിക്യാമറയുണ്ട്. ഞാൻ അത് കണ്ട് ശരിക്കും പേടിച്ചു പോയി. കാര്യം ഞാൻ സഹകരിക്കുകയാണല്ലോ നല്ലതുപോലെ. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. അവർ പറഞ്ഞു, പേടിക്കണ്ട, ഇതെല്ലാം സേഫായിട്ട് എൻ്റെ കയ്യിൽ തന്നെയുണ്ട്. നിനക്ക് എന്നെ വിശ്വസിക്കാമെന്ന് പറഞ്ഞു. ഞാൻ വിഷമിച്ചിരുന്നു. അവർ പറഞ്ഞു, ഞാൻ നിൻ്റെ കുട്ടിക്ക് കുറച്ച് നല്ല ഫുഡ് വാങ്ങി വെച്ചിട്ടുണ്ട്, ഇത് കൊണ്ടുപോയി കൊടുക്ക്. ഈ പണം അഡ്വാൻസായി വെച്ചു എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ കുറേ പൈസയും തന്നു. അവരെന്നെ കുട്ടിയുടെ സ്കൂളിനോടെ കൊണ്ടാക്കി. ഞാൻ ശരിക്കും കരഞ്ഞുപോയി മാഡം വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും. പിന്നെ എന്ത് ചെയ്യാനാണ്? അവർ തന്ന പണം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ പണം വലിച്ചെറിയാനാണ് ആദ്യം തോന്നിയത്. പക്ഷേ അപ്പോഴാണ് എൻ്റെ പ്രശ്നങ്ങളൊക്കെ ഓർമ്മ വന്നത്. എനിക്ക് വല്ലാത്ത പ്രയാസം തോന്നി. എൻ്റെ ശരീരത്തിൽ എന്തൊക്കെയോ ഇരിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഞാനൊന്ന് കുളിച്ചു. അപ്പോഴും എനിക്ക് ആശ്വാസം കിട്ടിയില്ല. അയാൾ എന്നെ അടുത്ത് നിന്ന് മാഞ്ഞു പോയിട്ടുള്ളതെന്ന് എനിക്ക് തോന്നിപ്പോയി മാഡം. എത്ര കുളിച്ചിട്ടും എനിക്ക് ആ തോന്നൽ മനസ്സിൽ നിന്ന് മാറിയില്ല. ഭർത്താവല്ലാതെ ആരും എനിക്കില്ലായിരുന്നല്ലോ. എന്നാൽ അയാൾ ഒരു രക്ഷയുമില്ല. എന്നോട് എത്ര അടുത്താണ് പെരുമാറിയത്. സുരക്ഷിതമായ ദിവസമല്ലായിരുന്നെങ്കിൽ പ്രശ്നമായേനെ. എത്ര വലിയ തെറ്റാണ് ഞാൻ ചെയ്തത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കുട്ടിക്ക് അവർ തന്ന ഫുഡ് കൊടുത്തു. കുട്ടി പറഞ്ഞു, ഇത് കൊള്ളാമല്ലോ അമ്മേ, എന്നും എനിക്കിത് വാങ്ങിച്ചു തരുമോന്ന്. എനിക്ക് ഒരു മറുപടിയും പറയാൻ സാധിച്ചില്ല. അന്ന് എൻ്റെ ഭർത്താവ് എന്നോട് ഇങ്ങോട്ട് താല്പര്യം കാണിച്ചു. അദ്ദേഹത്തിൻ്റെ ഓരോ സ്പർശനങ്ങളും എന്നെ ഓർമ്മിപ്പിച്ചത് മറ്റേ ആളിനെയായിരുന്നു. എന്ത് ചെയ്യാനാണ്? പിറ്റേ ദിവസം ചേച്ചി എൻ്റെ വീട് തേടി വന്നു. അവരെ കണ്ട് ഞാൻ പേടിച്ചുപോയി. പക്ഷേ ആരോടെ ഇല്ലായിരുന്നു. നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്ന് ചോദിച്ചപ്പോൾ, ഇന്ന് നിനക്ക് വർക്കുണ്ട്, എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞു. എന്നെ വെറുതെ വിട്ടുകൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചിനോട് പറഞ്ഞു, വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ നിൻ്റെ വർക്കിൻ്റെ മഹത്വം എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് എതിർക്കാൻ നോക്കണ്ടെന്ന് പറഞ്ഞു. അവരുടെ കൂടെ ഞാൻ പോയത് ഇത്തിരി പ്രായമുള്ളൊരു സാറിൻ്റെ അടുത്തേക്കാണ്.
അയാളുടെ അടുത്ത് കൊണ്ടാക്കിയിട്ട് പറഞ്ഞു 2 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ വരാമെന്ന്. എന്നിട്ട് എന്നോട് പറഞ്ഞു നിനക്കൊരു കുട്ടിയല്ലേ ഉള്ളൂ, നിർത്തിയിട്ടുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലെന്ന്. എങ്കിൽ ഇത് കയ്യിൽ കരുതിക്കോ, എപ്പോഴും ബാഗിൽ വേണമെന്ന് പറഞ്ഞ് അവർ പ്രൊട്ടക്ഷൻ എൻ്റെ കയ്യിൽ തന്നു. ഇതില്ലാതെ ഒന്നും പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് പോയത്. പ്രായമുള്ള ആൾക്ക് എന്നോട് നല്ല സ്നേഹമായിരുന്നു. ഞാൻ വിചാരിച്ചതുപോലെ അവിടെ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. എപ്പോഴും അയാളുടെ സ്നേഹവായ്പകളാണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ 2 മണിക്കൂർ കഴിഞ്ഞ് അവർ വന്നു കഴിഞ്ഞപ്പോൾ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും എനിക്ക് തോന്നിയില്ല. കിട്ടിയ പണത്തിൽ അവർ നല്ലൊരു ഭാഗം എനിക്ക് തന്നു. നാളെ നിനക്ക് വർക്കുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നൊന്നും എനിക്ക് വരാൻ പറ്റില്ലെന്ന്. അവർ പറഞ്ഞു വരാൻ പറ്റും, നിനക്ക് ഒരു ജോലി കിട്ടിയെന്ന് ഭർത്താവിനോട് പറ, അതേ ഇനി നടക്കൂ, അല്ലെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വരാമെന്ന്. പിന്നീടുള്ളൊരു ദിവസം അവരെന്നെ വിളിച്ചുകൊണ്ട് പോയത് എവിടേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറുപ്പക്കാരനാണ്. 10-30 വയസ്സ് കാണും. അയാൾ വലിയൊരു കൊട്ടാരം പോലുള്ള വീട്ടിലാണ് താമസിക്കുന്നത്. അവിടെ അപ്പോൾ ആരുമില്ല. ചെന്ന് കയറി കഴിഞ്ഞപ്പോൾ അയാൾ എന്നോട് പറഞ്ഞത് നീ എനിക്ക് വേണ്ടി ഒരു ചായ ഇട്ട് തരാൻ. ഞാൻ അടുക്കളയിലേക്ക് ചായ ഇടാൻ പോയപ്പോഴില്ലേ മാഡം, അയാളാണെങ്കിൽ അവിടെ ഇരുന്ന ഒരു ചട്ടുകമെടുത്ത് എന്നെ 2-3 അടി. എനിക്ക് നന്നായി വേദനിച്ചു. പക്ഷേ എങ്കിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നു. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും ഒരു ടവൽ കൊണ്ട് തന്നിട്ട് അത് മാത്രം മതി എന്ന് പറഞ്ഞു. ഞാനത് അനുസരിച്ചു. കുറേ നേരം കൂടെ കഴിഞ്ഞപ്പോഴേക്കും അയാളില്ലേ മാഡം എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു ഓംലെറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു. ഞാൻ പിന്നെ അടുക്കളയിലായി. ആ സമയത്ത് ചട്ടുകം കൊണ്ട് എനിക്ക് 2 അടിയും കിട്ടി. അതൊക്കെ അയാളുടെ ഒരു തമാശയായിരുന്നെന്ന് എനിക്ക് തോന്നി. ചില ആളുകൾക്കുണ്ടല്ലോ വേദനിപ്പിച്ചൊരു രസം. അയാൾ വ്യത്യസ്തനാണ്. ഷർട്ടൊക്കെ അഴയിലിടുന്ന 2 ക്ലിപ്പുകളില്ലേ, അത് കൊണ്ടുവന്നിട്ട് അയാൾ അവിടെയും ഇവിടെയും ഓരോന്ന് ഘടിപ്പിച്ചു. എവിടെയാണെന്ന് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ചെറിയൊരു വേദനയുണ്ടെങ്കിലും എനിക്ക് അത് രസമായിട്ട് തോന്നി. പിന്നീട് അയാളുടെ ആ ഗെയിമിലേക്ക് ഞാനും വീഴുകയായിരുന്നു. കുറച്ച് വേദനയുള്ളൊരു ഗെയിം, എങ്കിലും അത് വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നി. അദ്ദേഹത്തിനടുത്ത് കുറേ മണിക്കൂറുകൾ എനിക്ക് ചിലവഴിക്കേണ്ടി വന്നു. അതിന് നല്ലൊരു തുക കിട്ടുകയും ചെയ്തു. അങ്ങനെയുള്ള ആളുകളുമുണ്ടെന്ന് തിരിച്ചു വന്നപ്പോൾ ചേച്ചി പറഞ്ഞു. സാധാരണ ബന്ധമല്ല, ഒത്തിരി വിചിത്രമായ കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന ആണുങ്ങളുമുണ്ടെന്ന് പറഞ്ഞ് അയാളുടെ വിചിത്രമായ കാര്യങ്ങളെപ്പറ്റി എന്നോട് വിശദീകരിച്ച് ചോദിച്ചു. ചേച്ചിക്ക് നേരത്തെ അനുഭവം ഉള്ളതുകൊണ്ട് അയാൾ അതേപടിയായിരുന്നെന്ന് പറഞ്ഞു. പുള്ളിക്കാരി പൊട്ടി ചിരിച്ചു. എടീ, നീ വെറുതെ ഇങ്ങനെ ഓരോ കാര്യം ഓർത്ത് പേടിക്കുകയാണ്. ഞങ്ങളോട് നിന്ന് കഴിഞ്ഞാൽ ഭർത്താവിനേക്കാൾ വെറൈറ്റി അല്ലേടി നിനക്ക് കിട്ടുന്നത് എന്ന് പറഞ്ഞ് ചേച്ചി പിന്നെയും ചിരിക്കുകയായിരുന്നു. എനിക്ക് പേടിയൊക്കെ ഉണ്ട്, എങ്കിലും ചേച്ചി പറഞ്ഞതുപോലെ പിന്നെയും പലപ്പോഴും എനിക്ക് അനുസരിക്കേണ്ടി വന്നു. അതിൻ്റെ ഫലം പണമായി കുമിഞ്ഞുകൂടി മാഡം. അതൊക്കെ ഞാൻ അക്കൗണ്ടിലിട്ടു. പിന്നീട് എനിക്ക് ജോലി കിട്ടിയെന്ന് പറഞ്ഞതുകൊണ്ട് ഭർത്താവ് ശ്രദ്ധിച്ചില്ല. അയാൾ കുടിയും വലിയുമായി മുന്നോട്ട് പോയി. എന്നോട് യാതൊരു രീതിയിലുള്ള ബന്ധങ്ങളുമില്ല. ഒരു വീട്ടിൽ താമസിക്കുന്നു, അത്രയേ ഉള്ളൂ. അയാളുടെ പണമെല്ലാം അയാൾ ദൂർത്തടിച്ച് കളയാൻ തുടങ്ങി മാഡം. എൻ്റെ പണം കൊണ്ട് ഞാനും കുട്ടിയും നന്നായി മുന്നോട്ട് പോയി. കുറച്ചൊക്കെ ഞാൻ സേവ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഒരുപാട് ആളുകളുടെ അടുത്ത് വ്യത്യസ്തമായ പല കാര്യങ്ങളും സംഭവിച്ചു. പിന്നിടയ്ക്ക് ഒരബദ്ധം സംഭവിച്ചു. ഞാനത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ വഴക്കൊന്നും പറഞ്ഞില്ല. നീ എന്തിനാ പേടിക്കുന്നത്? ഇതൊക്കെ സ്വാഭാവികമല്ലേ. ഇനി ഇതിപ്പോൾ നിന്റെ ഭർത്താവിൻ്റെ കുട്ടിയാണോ? ഞാൻ പറഞ്ഞല്ല, എൻ്റെ ഭർത്താവുമായിട്ട് അകൽച്ചയിലാണെന്ന്. അപ്പോൾ അവനോട് പറഞ്ഞു അങ്ങനെ നീ അകലരുത്. കാര്യം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ 2ാമത്തെ കുട്ടി അത് നിന്റെ ഭർത്താവിൻ്റെ കുട്ടിയാണെന്ന് സ്ഥാപിച്ചെടുക്കാൻ നിനക്ക് ഭർത്താവുമായിട്ടും സജീവമായ ബന്ധമാണെന്ന് പറഞ്ഞു. എനിക്കത് ദേഷ്യമായി. അപ്പോൾ അവർ പറഞ്ഞു നീ കുറച്ചുകൂടെ ട്രിക്കായിട്ട് ജീവിതത്തിൽ ജീവിക്കണമെന്ന്. അവരെന്തായാലും ആ ഏടാകൂടം എനിക്ക് ഒഴിവാക്കി തന്നു. പിന്നീട് കാര്യങ്ങൾ പിന്നെയും ഉഷാറായിട്ട് പോയി. വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഞാനാണ് നോക്കുന്നത്. കുറച്ചുകൂടി സൗകര്യമുള്ള വീട്ടിലേക്ക് മാറുകയും ചെയ്തു. കുട്ടിയെ നല്ലൊരു സ്കൂളിലേക്ക് മാറ്റി. എനിക്കിപ്പോൾ നല്ല ഡിമാൻഡുണ്ട്, നല്ല വരുമാനമുണ്ട്. വീട്ടിലെ ചിലവിനുള്ളത് എടുത്തിട്ട് ബാക്കി ഞാൻ ശേഖരിച്ച് വെക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞുവല്ലോ. ഭർത്താവിനിപ്പോൾ എന്നോട് ഒട്ടും താല്പര്യമില്ല. പിന്നെ എനിക്കും അതിൽ പ്രശ്നമൊന്നുമില്ല. കാര്യം ഭർത്താവിൻ്റെ കുറവ് പരിഹരിക്കാൻ ഒത്തിരി ആളുകളുണ്ട്. അതുകൊണ്ട് ഞാൻ അതേപ്പറ്റി ഓർക്കാറില്ല. എങ്കിലും അദ്ദേഹത്തോട് എനിക്കിപ്പോഴും സ്നേഹമുണ്ട്. അതുകൊണ്ട് ഭർത്താവ് എൻ്റെ ജോലിയെപ്പറ്റി അറിയുമോ എന്ന് പേടിയുണ്ട്. ഇതൊക്കെ നിർത്തിയാൽ വരുമാനം നിൽക്കും. മിക്കപ്പോഴും മദ്യപാനമാണ്. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ച് പഴയ കഷ്ടപ്പാടിലേക്ക് തിരിച്ചു പോകുമോയെന്നും എനിക്ക് പേടിയുണ്ട്. ഞാനിത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞു നിൻ്റെ ഭർത്താവ് അറിയുകയാണെങ്കിൽ അന്നേരം നമുക്ക് നോക്കാം. എന്തായാലും ഏത് കോടതിയാണെങ്കിലും കുട്ടിയെ നിൻ്റെ കൂടെ മാത്രമേ വിടുകയുള്ളൂ. പിന്നെ നിനക്ക് താല്പര്യമുള്ള നിൻ്റെ സ്ഥിരം ആളുകളില്ലേ, അവരിലൊരാളെ സ്വീകരിച്ച് എങ്ങനെയെങ്കിലും കഴിയണം. എന്തായാലും 1-2 പേർക്ക് നിന്നെ സ്വന്തമാക്കാൻ
താല്പര്യമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരിൽ ആരെങ്കിലും സ്വീകരിക്കണം. അവർ നിന്റെ കുഞ്ഞിനെ നോക്കിക്കോളും. പക്ഷേ കല്യാണമൊന്നും കഴിക്കണമെന്നില്ല. ചിലപ്പോൾ അവരുടെ ഇഷ്ടം മാറുന്നവരെയൊക്കെ അവർ നിർത്തുമായിരിക്കും. അത് മതി. നിന്റെ ജീവിതം കഴിഞ്ഞു പോകാൻ വേണ്ടി എല്ലാം ഇവിടെ സൗകര്യമുണ്ട് മോളെ. ഭർത്താവ് പോയാലും ഉപേക്ഷിച്ചാലും അല്ല അയാൾ ഈ ലോകം വിട്ടു പോയെന്ന് പറഞ്ഞാലും നിനക്ക് ഒരു പ്രശ്നവുമില്ല. അതൊക്കെ മാനേജ് ചെയ്യാനുള്ള സംവിധാനം നമ്മുടെ വലയത്തിലുണ്ട്. പക്ഷേ ആളുകളെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ഒന്നിലും മയങ്ങിപ്പോകരുത്. ആരുടെ സ്നേഹത്തിലും വിശ്വസിക്കരുത്. നമ്മളപ്പോൾ ബുദ്ധിപരമായി നീങ്ങണം. ഓരോരുത്തരും ഓരോ ടൈപ്പാണ്. ജീവിക്കുമ്പോൾ തന്നെ പണമൊക്കെ നിൻ്റെ അക്കൗണ്ടിൽ കുവിഞ്ഞു കൂടണം. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും നിൻ്റെ ഭർത്താവിനെ കുറച്ചൊക്കെ സ്നേഹിച്ച് ഒരു കുട്ടി കൂടി അവിടെ വേണം. അത് കഴിയുമ്പോഴേക്കും അയാൾ എന്തെങ്കിലും പറഞ്ഞ് വിവാഹമോചനാകുകയാണെങ്കിലും നിങ്ങൾ എവിടെയെങ്കിലും പോകൂ, എനിക്ക് 2 കുട്ടികൾക്ക് ചെലവിന് തരൂ, നിങ്ങളുടെ മേലുല്ലാസം വേണ്ട ജീവിക്കാൻ എന്നൊക്കെ പറഞ്ഞ് നീ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ 2 കുട്ടികളുള്ളത് കൊണ്ട് തന്നെ അയാൾ നിൻ്റെ കൂടെ എപ്പോഴും നിലനിന്നോളും. പ്രശ്നമൊന്നുമില്ല. കൂടുതലായിട്ട് നീ ടെൻഷൻ അടിച്ച് ഈ രഹസ്യങ്ങളൊന്നും പുറത്താകാതിരുന്നാൽ മതി. ഒരു രീതിയിൽ മാനേജ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇത് സ്വർഗമാണ് മോളെ. അനാവശ്യമായി ടെൻഷൻ അടിച്ച് ജീവിതം കുളമാക്കണ്ട എന്നാണ് ചേച്ചിയുടെ അഭിപ്രായം. അങ്ങനെയാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്. മാഡത്തെ അത് കേട്ടിട്ട് എന്താണ് എന്നോട് പറയാനുള്ളത് എന്നാണ് ചോദ്യം. എന്തായാലും എനിക്ക് പറയാനുള്ളത് ആദ്യമായിട്ട് ഒരു സ്ത്രീയും ഒരിക്കലും ഇത്തരൊരു തൊഴിലേക്ക് പോവുകയോ ഒന്നും ചെയ്യരുതെന്നാണ്. കാര്യം അതൊരു നല്ല കാര്യമല്ല, നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. പക്ഷേ ഏതൊരു കഥയിലെയും പോലെ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ഭാരം സ്ത്രീകൾ തന്നെയാണ്. പുരുഷന്മാരെ കുറ്റം പറയുന്നതിനേക്കാൾ മുന്നേ സ്ത്രീകളെ തന്നെയാണ് പറയേണ്ടത്. സ്ത്രീകൾക്ക് പ്രശ്നം ഇപ്പോൾ വെറുതെ അന്നേരം നിങ്ങളെ അടുത്തുകൂടി പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരുടെ വഴിക്ക് കൊണ്ടുവരുന്നത് ഒരു സ്ത്രീയാണ്. അപ്പോൾ ഒരു കണക്കിന് അത് നല്ല കാര്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. പക്ഷേ അവിടെ നോക്കുമ്പോൾ നിങ്ങൾ ജോലിയൊക്കെ നോക്കി നടന്നിട്ട് കിട്ടിയില്ല, നിങ്ങൾക്കത് അനുഗ്രഹമായും വന്നു. ചില സമയത്ത് ഈ ജീവിതം കൺഫ്യൂസിങ് ആണ് എല്ലാവരുടെയും. പൊതുവെയാണ് പറയുന്നത് എന്താണ് നല്ലത് എന്താണ് ചീത്ത എന്നുള്ളത് നമ്മൾക്ക് വേർതിരിച്ച് അറിയാനാവാതെ പോകും. വരുന്ന ഒഴുക്കിൽ പോകാനേ പറ്റുകയുള്ളൂ. എന്തായാലും നിങ്ങളത് ആസ്വദിച്ചു, ആ ഒരു ജീവിതത്തിലേക്ക് കടന്നു. നല്ലതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുകൂലിക്കാൻ പറ്റില്ല. എങ്കിലും നിങ്ങളുടെ ജീവിതം ഒരു രീതിയിൽ ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഒരു കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇഷ്ടപ്പെട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ രഹസ്യമായിട്ടും അവിടെ ബുദ്ധിപരമായിട്ട് നീങ്ങണമെന്ന് ആ ചേച്ചി പറഞ്ഞത് കറക്റ്റാണ്. നല്ലതല്ല ചെയ്യുന്നത് എങ്കിലും അവിടെ നമുക്ക് ബുദ്ധിയും ധൈര്യവും കൗശലവും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. വരുന്നിടത്ത് വെച്ച് കാണുക എന്നാ ചേച്ചി പറഞ്ഞത് കറക്റ്റാണല്ലോ. ഇപ്പം എന്തേ ചെയ്യാൻ പറ്റും? ഭർത്താവ് അറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി എന്നേ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ നല്ലവളായിട്ട് ജീവിക്കണം. ഭർത്താവ് അറിഞ്ഞു കഴിഞ്ഞാൽ അയാളോട് പറയാം, നിങ്ങൾ നന്നായിട്ട് ജീവിക്കാത്തത് കൊണ്ടും ഞങ്ങളെ നല്ല രീതിയിൽ സംരക്ഷിക്കാത്തത് കൊണ്ടും തെറ്റുകളുണ്ടായി, ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ ക്ഷമിക്കുക, ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ പാട്ടിന് പോകും, നിങ്ങൾ നിങ്ങളുടെ പാട്ടിന് എന്ന് പറഞ്ഞിട്ട് ഒരു നല്ല രീതിയിൽ പിരിയുന്നതായിരിക്കും നല്ലത്. അയാളെ പുറകെ നടന്ന് ദ്രോഹിക്കാനോ അല്ലെങ്കിൽ അയാളുടെ വരുമാനം നോക്കി നടക്കാനോ അല്ലെങ്കിൽ അയാൾക്ക് ചിലവിന് തരണം എന്നുള്ള രീതിയിൽ ആകാനോ നടക്കേണ്ട കാര്യമൊന്നുമില്ല. രണ്ടാമത് കുട്ടി ഉണ്ടാകുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടം എന്ന് വെച്ച് ഭർത്താവിന് പുറകെ നടന്ന് അയാളെ ദ്രോഹിക്കുകയും അല്ലെങ്കിൽ അവകാശങ്ങൾ പിടിച്ചു വാങ്ങാൻ നടക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഈ കാര്യങ്ങളിൽ നിന്ന് പണം കിട്ടുന്നുണ്ടല്ലോ, ആ വഴിക്ക് പോകാം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ രണ്ടുപേരും പൊരുത്തപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ കാര്യം നോക്കുക എന്നാണ് പറയാനുള്ളത്. ആരെയും ദ്രോഹിക്കാനൊന്നും പോകേണ്ട കാര്യമില്ല. പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിലും വരുമാനം നമുക്ക് ഏത് രീതിയിലാണെങ്കിലും വേണം. അപ്പോൾ ഉള്ള പണം സേവ് ചെയ്യുക, ഒരു FD ഒക്കെ ഇടുക, മാസം ഒരു തുക കിട്ടുന്ന രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോവുക. പിന്നെ ഒരു പെൻഷൻ പദ്ധതിക്കും ചേരുക. അപ്പോൾ പ്രായമാകുമ്പോൾ അത്ര പ്രശ്നം വരികയില്ല. അങ്ങനെ ഫിനാൻഷ്യലി സെറ്റിലാകുക. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ചില കാര്യങ്ങൾ നമുക്ക് അനുകൂലിക്കാൻ പറ്റില്ലെങ്കിലും മനുഷ്യൻ ജീവിക്കാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെ മുന്നോട്ട് പോയാലേ പറ്റുകയുള്ളൂ. പിന്നെ ശ്രദ്ധിക്കുക, അസുഖങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ അത് ശ്രദ്ധിക്കുക. ആരോഗ്യവും അതേപോലെ തന്നെ സാമ്പത്തികവും ശ്രദ്ധിക്കുക. രഹസ്യമായിരിക്കണം. പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുക. നല്ല രീതിയിൽ മാനേജ് ചെയ്ത് പോവുക. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നല്ലതല്ലെങ്കിലും ഈ ഒരു വിഷയത്തിൽ എനിക്കിതാണ് പറയാനുള്ളത്.